എൻ്റെ പേര് ഹിരൻ. അറിഞ്ഞ കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയുള്ള യാത്ര, അറിവിൻ്റെ നിറകുടം തേടിയുള്ള യാത്ര, അറിവിൻ്റെ ഇന്ദ്രജാലത്തിലേക്കുള്ള യാത്ര, അറിവിൻ്റെ ആറാം ഇന്ദ്രിയത്തിലേക്കുള്ള യാത്ര. എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും നമ്മുടെ ചാനലായ സിക്സ്ത് സെൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഇതിനെ കുറിച്ചാണ്, ഡീമോണിറ്റൈസേഷനെ കുറിച്ചാണ്. ഡീമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോട്ട് നിരോധനം അല്ലേ? നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് നമ്മുടെ സർക്കാർ റദ്ദാക്കിയ 2 നോട്ടുകൾ എന്ന് പറയുന്നത് 500-ൻ്റെയും 1000 രൂപയുടെയും നോട്ടുകളായിരുന്നു. അതിനവർ പറഞ്ഞ കാരണം എന്ന് പറയുന്നത് കള്ളപ്പണം തടയുന്നതിനും അതുപോലെ തന്നെ എന്താണ്, കള്ളനോട്ട് ഉപയോഗിച്ച് വളർന്നു വരുന്ന ഭീകരവാദം തടയുന്നതിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഈ നോട്ടുകൾ പിൻവലിച്ചത് എന്നാണ് സർക്കാർ പറയുന്നത്. ഈ പിൻവലിച്ച തീയതി എന്ന് പറയുന്നത് എന്നായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനം ജനങ്ങളോട് പറഞ്ഞ തീയതി എന്ന് പറയുന്നത് എന്നാണ്? 2016 നവംബർ 8-നാണ്. അത് നിലവിൽ വന്ന തീയതി എന്ന് പറയുന്നത് എത്രയാണ്? 2016 നവംബർ 9-നാണ്. അപ്പോൾ നമുക്കറിയാം, ഇത്തരമൊരു തീരുമാനം ഗവൺമെൻറ് എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരമൊരു തീരുമാനം നമ്മുടെ പ്രധാനമന്ത്രി എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ആരുണ്ടാവും? ഒരു സാമ്പത്തിക വിദഗ്ധൻ്റെ പങ്കുണ്ടായിരിക്കും. അങ്ങനെ അതിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ നോട്ട് പിൻവലിക്കാൻ ഉപദേശം കൊടുത്ത സാമ്പത്തിക വിദഗ്ധൻ്റെ പേര് അനിൽ ബോഗിൽ എന്നാണ്. അതായത് അർത്ഥക്രാന്തി സൻധാൻ എന്ന സാമ്പത്തിക സമിതിയുടെ സ്ഥാപകനാണ് ആര് എന്ന് പറയുന്നത്? ഈ അനിൽ ബോഗിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോട്ട് നിരോധിച്ച ശേഷം നിലവിൽ വന്ന കറൻസികളിൽ ഏറ്റവും വലിയ കറൻസി എന്ന് പറയുന്നത് ഏതായിരുന്നു? 2000 രൂപയുടെ കറൻസി ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് നോക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ നോട്ട് നിരോധനം വരുന്ന സമയത്ത് അന്നത്തെ RBI ഗവർണർ എന്ന് പറയുന്നത് ആരായിരുന്നു? ഉർജിത് പട്ടേൽ ആയിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ ധനകാര്യമന്ത്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2000 രൂപ നോട്ട് പുറത്തിറക്കിയപ്പോഴുള്ള ധനകാര്യമന്ത്രി എന്ന് പറയുന്ന ആരായിരുന്നു? അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു തീരുമാനത്തെ ആദ്യമായി പിന്തുണച്ച സംസ്ഥാനം എന്ന് പറയുന്ന ഏതായിരുന്നു? ഛത്തീസ്ഗഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഏതൊക്കെ പോയിൻ്റാണ് നോക്കിയത്? ഒന്ന്, പിൻവലിച്ച നോട്ടുകൾ ഏതായിരുന്നു? 500, 1000-ൻ്റെ നോട്ടുകൾ. ആ തീരുമാനം ജനങ്ങളോട് പറഞ്ഞ തീയതി 2016 നവംബർ 8. ആ തീരുമാനം നിലവിൽ വന്ന തീയതി 2016 നവംബർ 9. അതിന് പ്രേരണയേകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ പേരെന്താണ്? അനിൽ ബോഗിൽ. അതുപോലെ തന്നെ നിലവിൽ വന്ന ഏറ്റവും വലിയ, ഇപ്പം നിലവിലുള്ള ഏറ്റവും വലിയ ഇന്ത്യൻ കറൻസി 2000 രൂപയുടെ നോട്ട്. അന്നത്തെ സമയത്തെ RBI ഗവർണർ എന്ന് പറയുന്ന ആരായിരുന്നു? ഉർജിത് പട്ടേൽ ആയിരുന്നു. അതുപോലെ തന്നെ 2000 രൂപയുടെ നോട്ട് നിലവിൽ വരുമ്പോഴുള്ള നമ്മുടെ എന്താണ് ധനകാര്യമന്ത്രി എന്ന് പറയുന്ന ആരായിരുന്നു? അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു. ഈ ഒരു തീരുമാനത്തെ പിന്തുണച്ച ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതായിരുന്നു? ഛത്തീസ്ഗഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പം നിലവിലുള്ള ഓരോ നോട്ടുകളും അതിലുള്ള ചിത്രങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. 2000 രൂപയുടെ നോട്ട് എടുത്താൽ നമുക്കതിൽ കാണാൻ കഴിയുന്നത് മംഗൾയാൻ്റെ ചിത്രമാണ്. ഏതാണ്? 2000 രൂപയുടെ നോട്ടിൽ കാണാൻ കഴിയുന്നത് മംഗൾയാൻ്റെ ചിത്രമാണ്. 500 രൂപയുടെ നോട്ടിലുള്ളത് റെഡ് ഫോർട്ടിൻ്റെ ചിത്രമാണ്, അഥവാ ചെങ്കോട്ട. 200 രൂപയുടെ നോട്ടിലുള്ളത് സാഞ്ചി സ്തൂപത്തിൻ്റെ ചിത്രവും. 100 രൂപയുടെ ഉള്ളത് റാങ്കി വാവ് എന്ന ഗുജറാത്തിലെ ഒരു പ്രദേശവുമാണുള്ളത്. അതുപോലെ തന്നെ 50 രൂപയുടെ നോട്ടിലുള്ളത് ഹംപി വിത്ത് ചാരിയറ്റ് എന്നുള്ള ഒരു ചിത്രമാണുള്ളത്. 20 രൂപയിൽ എല്ലോറ കേവ്സും 10 രൂപയുടെ കൊണാർക്ക് സൺ ടെമ്പിളുമാണ് ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്? 2000 രൂപയുടെ നോട്ടിൽ മംഗൾയാൻ, 500 രൂപയുടെ എന്താണ്? റെഡ് ഫോർട്ട്, 200 രൂപയുടെ ഏതാണ്? സാഞ്ചി സ്തൂപം. അതുപോലെ തന്നെ 100 രൂപയിൽ റാണി കി വാവ്, ഗുജറാത്തിലെ സ്ഥലമാണ്. അതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഇത് ക്യൂൺസ് സ്റ്റെപ്പ് വെൽ എന്നുള്ള പേരിലും എന്താണ് ഇത് അറിയപ്പെടുന്നുണ്ട്. 50 രൂപയുള്ളത് ഹംപി വിത്ത് ചാരിയറ്റ് എന്ന് പറഞ്ഞ ചിത്രവും, 20 രൂപയുടെ എല്ലോറ കേവ്സും, 10-ൻ്റെ കൊണാർക്ക് സൺ ടെമ്പിളുമാണ് എന്താണ് നോട്ടുകളിലുള്ള ചിത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കറൻസി രഹിത ഇടപാടുകൾക്ക് ജനങ്ങളെ സഹായിക്കുന്നതിനുള്ള ടോൾ ഫ്രീ നമ്പർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 14444 ആണ്. അതായത് കറൻസി രഹിത ഇടപാടുകൾക്ക് ജനങ്ങളെ സഹായിക്കുന്നതിനുള്ള ടോൾ ഫ്രീ നമ്പറാണ് ഇത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ
ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം ഏതാണെന്നാണ്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇബ്രാഹിം വൂർ എന്ന കറൻസി രഹിത ഗ്രാമമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ എത്ര വട്ടം ഡിമോണിറ്റൈസേഷൻ നടന്നിട്ടുണ്ട് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എത്രയാണ്? 3 എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഇന്ത്യയിൽ എത്ര വട്ടം ഡിമോണിറ്റൈസേഷൻ അഥവാ നോട്ട് നിരോധനം നടന്നിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എത്രയാണ്? 3 അത് നടന്നത് 1946. അതുപോലെ തന്നെ രണ്ടാമത് നടന്നത് 1978. അതുപോലെ തന്നെ മൂന്നാമത് നടന്നത് ഇപ്പോൾ നമ്മളൊക്കെ കുറച്ച് പ്രായപൂർത്തിയായതിനു ശേഷം എന്താണ് ഇതെന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം നടന്നു നോട്ട് നിരോധനം 2016. അപ്പോൾ ഇതിലൊരു ചോദ്യം വരാം, ആദ്യമായി ഇന്ത്യയിൽ എപ്പോഴാണ് നോട്ടുകൾ പിൻവലിച്ച വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ്? 1946. അന്ന് പിൻവലിച്ച നോട്ട് എന്ന് പറയുന്ന 1000-ൻ്റെയും അതുപോലെ തന്നെ 10,000-ൻ്റെയും നോട്ടുകളായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ പിന്നെന്താണ് 1000, 5000, 10,000 എന്നീ നോട്ടുകൾ എന്ത് ചെയ്തു? 1000, 5000, 10,000 എന്നീ നോട്ടുകൾ എന്ത് ചെയ്തു? 1954 എന്ത് ചെയ്തു? വീണ്ടും നിലവിൽ വന്നു. പക്ഷേ എന്തുണ്ടായി? 1978 ഈ നിലവിൽ വന്ന 1000, 5000, 10,000 എന്നീ നോട്ടുകൾ എന്ത് ചെയ്തു? വീണ്ടും പിൻവലിച്ചു. എപ്പോൾ? 1978. അതായത് രണ്ടാമത്തെ വട്ടം നോട്ട് നിരോധനം നടന്നപ്പോൾ. അതുപോലെ തന്നെ 1978 നോട്ട് നിരോധനം നടന്നപ്പോൾ ഉള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? മൊറാർജി ദേശായി ആണ്. 1978 നോട്ട് നിരോധനം നടന്നപ്പോൾ ഉള്ള പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മൊറാർജി ദേശായി ആണ്. അന്നത്തെ ധനകാര്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MH പട്ടേലാണ്. ആരാണ്? MH പട്ടേലാണ് അന്നത്തെ ധനകാര്യമന്ത്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുഴപ്പിക്കുന്നൊരു ചോദ്യമാണ്, അന്നത്തെ RBI ഗവർണർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IG പട്ടേലാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ്? ആദ്യം പറഞ്ഞ ധനകാര്യമന്ത്രിയാണ്, അദ്ദേഹം എന്താണ്? MH പട്ടേലും. അന്നത്തെ RBI ഗവർണർ എന്ന് പറയുന്നത് ആരായിരുന്നു? IG പട്ടേലുമാണ്. ഇത് പരസ്പരം മാറിപ്പോവാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്, MH പട്ടേലും IG പട്ടേലും. അപ്പോൾ MH പട്ടേൽ എന്ന് പറയുന്നത് 1978 നോട്ട് നിരോധനം നടക്കുമ്പോഴുള്ള ധനകാര്യമന്ത്രി, IG പട്ടേൽ എന്ന് പറയുന്നത് 1978 നോട്ട് നിരോധനം നടക്കുമ്പോഴുള്ള RBI ഗവർണറാണ്. അതുപോലെ തന്നെ ഏത് വർഷം വരെയുള്ള നോട്ടുകളാണ് 2016 ജൂൺ 30 പിൻവലിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? 2005 വരെയുള്ള നോട്ടുകൾ. അത് നോട്ട് നിരോധനമായി കണക്കാക്കില്ല. പിൻവലിച്ചത് ഏത് വർഷം വരെയുള്ള നോട്ടുകളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2005 വരെ പ്രിൻ്റ് ചെയ്ത നോട്ടുകളാണ്. ഏതാണ്? 2016 ജൂൺ 30 ആര് പിൻവലിച്ചത്? ഗവൺമെൻറ് പിൻവലിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിൽ പഠിക്കാനുള്ളത്? ഡിമോണിറ്റൈസേഷൻ അഥവാ നോട്ട് നിരോധനം എന്ന ഭാഗത്തിൽ പഠിക്കാനുള്ളത്.